ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഒരു ഭാഗം MLA-യും ഒരു ഭാഗം കൌൺസിലറുമായിട്ട് നേരത്തെ BJP-യുടെ കൌൺസിലർ ആയിരുന്നു ശ്രീ മധുസൂദനൻ നായർ. അദ്ദേഹവും 5 കൊല്ലം ആ ഓഫീസാണ് ഉപയോഗിച്ചത്. അതിന് മുമ്പിരുന്ന കൌൺസിലർമാരും അവിടെ തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ മേയറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ വാർഡ് കേന്ദ്രങ്ങൾ അനുവദിക്കാൻ തീരുമാനിക്കുന്നത്. എല്ലാ കൌൺസിലർമാർക്കും 100 കൌൺസിലർമാർക്കും നഗരസഭയുടെ കെട്ടിടം ഉണ്ടെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് വാർഡ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവിടുന്നത് അന്നാണ്. അപ്പോൾ ഞങ്ങൾ MLA ആയ സമയത്താണ് കോർപ്പറേഷൻ കൌൺസിലിന് അപേക്ഷ കൊടുത്തു. അവർ തീരുമാനിച്ചു, വാടക നിശ്ചയിച്ചു. ആ വാടക ഒടുക്കി ഞങ്ങളവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ അത് ഒഴിയാൻ പറയാൻ നിയമപരമായ കാര്യങ്ങളുണ്ട്. ഈ തീരുമാനിച്ച കൌൺസിൽ അത് റദ്ദാക്കി നഗരസഭാ സെക്രട്ടറി ഞങ്ങൾക്ക് നോട്ടീസ് നൽകുമ്പോഴാണ് എന്റെ നടപടിക്രമമാവുക. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താ? കൌൺസിലർ വിളിച്ച് MLA-യോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. ഇത് എവിടെ തന്നെയായവാ? അപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുമ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുന്നത് പോലെ ഒരു നിലപാടായി പോയി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇതൊരു ശരിയായ രീതിയല്ല. ഇവിടെ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമുണ്ട്. അത് നിലനിൽക്കെ ഈ നിലയിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെയുള്ള ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങളുടെ വേറൊരു മാതൃക കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. രാവിലെ ഏഷ്യൻ ന്യൂസ് ശ്രീലേഖ സംസാരിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോർപ്പറേഷന്റെ ഫയലിൽ മാത്രമാണ് അവിടെ ഈ കെട്ടിടത്തിൽ വാർഡ് കൌൺസിലർ ഓഫീസ് ഉള്ളത്. താഴത്തെ നില മുഴുവൻ തന്നെ പ്രശാന്ത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. വാർഡ് കൌൺസിലറുടെ ഓഫീസ് ഉണ്ടെങ്കിൽ അത് ആരും കാണിച്ചു തരട്ടെ എന്നാണ് അവർ പ്രതികരിച്ചത്. അല്ല, അവിടെ വാർഡ് കൌൺസിലറുടെ പേര് സ്ഥാപിച്ച ബോർഡടക്കം ആ റൂമിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പരിമിതമായ സൗകര്യത്തിൽ ഇപ്പോൾ MLA ഓഫീസിലേക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ വരും, ഒരുപാട് സന്ദർശകർ വരും, മറ്റു കാര്യങ്ങൾക്ക് വരും. ഞങ്ങളാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ വൈകി വരെയും അവിടെ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വരും. കൌൺസിലർക്ക് അത്രത്തോളം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വാർഡ് കൌൺസിലർക്ക് അതെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഞങ്ങൾ ഇതിലൊന്നും വാശി പിടിക്കുന്നവരല്ല. ഞങ്ങളെ സംബന്ധിച്ച് വാടക കരാർ തീരുന്നത് വരെ അവിടെ പ്രവർത്തിക്കാനുള്ള അധികാരം, അവകാശം ഞങ്ങൾക്കുണ്ട്. അതുവരെ ഞങ്ങൾ ഒഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇവിടെ സംഭവിച്ചത് എന്താ? കൌൺസിലർ വിളിച്ച് MLA-യോട് ആവശ്യപ്പെടുകയാണ്. സാമാന്യമായിട്ട് അത് ശരിയാണ്. അത് കൌൺസിലറുടെ ഓഫീസിന് സൗകര്യം കുറവാണ്, അതുകൊണ്ട് MLA ഒഴിയണം, അതും കൂടെ പ്രയോജനപ്പെടുത്തി വേണം ഓഫീസിനെ പ്രവർത്തിപ്പിക്കാൻ എന്ന നിലയ്ക്കാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് ഒരു ശരിയായ രീതിയല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കോർപ്പറേഷന് മറ്റേതെങ്കിലും കെട്ടിടങ്ങൾ അവർക്കെടുക്കാം, അല്ലെങ്കിൽ നിയമപരമായ സെക്രട്ടറിയെ കൊണ്ട് ഞങ്ങൾക്ക് നോട്ടീസ് തന്ന് അവിടെ ഒഴിപ്പിക്കുന്നതിന് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഒരു കൌൺസിലർ വിളിച്ച് MLA-യോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെടുകയാണ്. നിലവിൽ ഈ കൌൺസിലിന്റെ നടപടി, അതായത് ഇത് കാലാവധി എത്ര വരെ ഉണ്ട്? നിലവിൽ താങ്കളുടെ മാർച്ച് മാസം 31 വരെ, ഈ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ നിലവിലെ കൌൺസിൽ തീരുമാനമുണ്ട്.